ജിമി. ഞാൻ വരുന്നത് മെഹബുള്ളയിൽ നിന്നാണ്. എൻ്റെ പരിശുദ്ധ അമ്മയ്ക്ക് ദീർഘമായിട്ട് ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നതിനാണ് ഞാനിവിടെ നിൽക്കുന്നത്. സെപ്റ്റംബർ മാസത്തിൽ എനിക്ക് അമ്മ ചെയ്തു തന്ന ഒരു വലിയ അനുഗ്രഹത്തിനാണ് ഞാൻ ആദ്യം സാക്ഷ്യം പറയുന്നത്. ഞാനൊരു സ്റ്റാഫ് നേഴ്സാണ്. അപ്പോൾ എനിക്ക് മിനിസ്ട്രിയിൽ നിന്നൊരു പേപ്പർ വേണമായിരുന്നു. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അത് നവംബർ മാസത്തിൽ എനിക്ക് സബ്മിറ്റ് ചെയ്യാനുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ആവശ്യത്തിനായിട്ട് മിനിസ്ട്രിയിൽ ചെന്നപ്പോൾ എൻ്റെ ഫയല് അവിടെ ഇല്ല, മിസ്സിംഗ് ആണെന്ന് അവർ പറഞ്ഞു. അപ്പോൾ ഞാനവിടെ കുറേ റിക്വസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ അവിടെ എല്ലാം തിരഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ഇവിടെ ഇല്ല, നീ പോയിട്ട് ഒരു 10 ദിവസം കഴിഞ്ഞ് വീണ്ടും വരാൻ പറഞ്ഞു. അങ്ങനെ അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ 2 പേരുടെയും ഫയല് അവിടെ ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ചെന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫയല് കിട്ടി. അപ്പോൾ അവൾക്ക് ആ പേപ്പറും കിട്ടി. പക്ഷേ അന്നേരം എൻ്റെ ഫയൽ അവിടെ ഇല്ല. അപ്പം ഞാൻ ഒരുപാട് വിഷമിച്ചു. കാരണം ഞാൻ ഈ ഒരു ആവശ്യത്തിന് വേണ്ടി ഇതിന് മുൻപ് അവിടെ പോയിട്ടുണ്ട്. അപ്പോഴും എൻ്റെ ഫയൽ അവിടെ ഇല്ലെന്നാണ് അവർ പറഞ്ഞത്. അപ്പം ഞാൻ ഈ കാര്യം വെച്ച് നേരത്തെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഓരോ തവണ ചെല്ലുമ്പോഴും എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു എനിക്ക് ഫയൽ കിട്ടുമെന്ന്. പക്ഷേ അന്ന് ചെന്നപ്പം എനിക്കത് അവിടെ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര വിഷമമായിപ്പോയി. ഞാൻ അവിടെ നിന്ന് ഒരുപാട് കരഞ്ഞിട്ടാണ് തിരിച്ചു വന്നത്. അവിടെ പോയിരിക്കുന്നവർക്കറിയാം, നമുക്കവിടെ ഫയൽ സെക്ഷനിൽ ചെല്ലുമ്പം നമ്മളെ ആരും അവിടെ ഹെൽപ്പ് ചെയ്യത്തില്ല. അവരവിടെ ഇല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒഴിവ് പറഞ്ഞ് നമ്മളെ വിടത്തേ ഉള്ളൂ. അങ്ങനെ വീണ്ടും അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ എനിക്കത് നവംബർ മാസത്തിലേക്ക് വേണം. കാരണം എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഓൾമോസ്റ്റ് അത് കിട്ടി, എനിക്ക് മാത്രമേ കിട്ടാനുള്ളൂ. അപ്പം അവരൊക്കെ വെയിറ്റ് ചെയ്യുകയാണ് എൻ്റെ കൂടെ കിട്ടിയിട്ട് അത് സെൻഡ് ചെയ്യാനായിട്ട്. അങ്ങനെ ഞാൻ വീണ്ടും പോയി അവിടെ. അങ്ങനെ സെപ്റ്റംബർ 11-ന് ഞാൻ പോയി വീണ്ടും. അവിടെ ചെന്നപ്പോൾ അങ്ങനെ ഇത് തന്നെയാണ് അവർ പറയുന്നത്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്കറിയത്തില്ല. പിന്നെ എന്നിട്ട് അവരെന്നെ വേറെ പല റൂമുകളിലേക്കും പറഞ്ഞിട്ട് അവിടെ എല്ലാം ചെന്നപ്പോഴും സെയിം പ്രോബ്ലം അവർ അങ്ങനെ തന്നെയായിരുന്നു എന്നോട് പറയുന്നത്. അങ്ങനെ ഞാൻ തിരിച്ച് റൂമിൽ വന്നു. അപ്പം എൻ്റെ വിഷമം കണ്ടപ്പം ഹസ്ബൻഡ് എനിക്ക് വേണ്ടി അന്ന് തൊട്ട് ബൈബിൾ വായിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പം ഞാനിങ്ങനെ അഖണ്ഡ ജപമാല ഗ്രൂപ്പിൽ നോക്കിയപ്പോൾ ഒരു നമ്പർ കണ്ടു. അതിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രെയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ അയക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ കണ്ട നമ്പറിലേക്ക് എൻ്റെ ഈ ആവശ്യം പറഞ്ഞ് ഞാൻ പ്രെയർ റിക്വസ്റ്റ് ഇട്ടു. അങ്ങനെ ബാബു ബ്രദർ എന്നെ വിളിച്ചു, എന്നോട് സംസാരിച്ചു. അപ്പം ഞാനിങ്ങനെ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പം ബ്രദർ അഖണ്ഡ ജപമാലയിൽ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു, എന്നോടും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സെപ്റ്റംബർ 12-നാണ് ഞാൻ പ്രെയർ റിക്വസ്റ്റ് ഇടുന്നത്. പിറ്റേന്ന് അഖണ്ഡ ജപമാലയുണ്ട്. എന്നിട്ട് ഞാൻ അന്ന് തൊട്ട് അഖണ്ഡ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പിറ്റത്തെ ആഴ്ച സെപ്റ്റംബർ 18-ന് ഞങ്ങൾ വീണ്ടും പോയി. അന്ന് അവിടെ ചെന്നപ്പോഴും ഞാൻ 9 മണിയായപ്പോൾ അവിടെ ചെന്നു. അപ്പോൾ അവർ നോക്കിയിട്ട് എന്നോട് പറഞ്ഞു ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തു ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് വന്നിട്ടും എനിക്ക് എന്താ ഇങ്ങനെ തടസ്സങ്ങൾ. അപ്പോൾ അവർ വീണ്ടും ഞാനവിടെ വെയിറ്റ് ചെയ്തു. അപ്പം ഞാൻ ഇങ്ങനെ വിഷമിച്ചിരുന്നപ്പോൾ എൻ്റെ കയ്യിൽ കാശ്, ഞാൻ ഉടമ്പടി എടുത്തിരിക്കുന്ന ആളാണ്. ജനുവരി 2023 ജനുവരി 27-ന് ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ കാശ് രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പം ഞാനത് വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് ഹസ്ബൻഡിനെ വിളിച്ചപ്പം എനിക്ക് വേണ്ടി തിരി കത്തിച്ച് വെച്ച് ബൈബിൾ വായിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, അപ്പോൾ പേടിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു വചനം എനിക്ക് അയച്ചു തന്നു. അത് ഹബക്കൂക്ക് 1-ാം അധ്യായം 5-ാം തിരുവചനമായിരുന്നു. ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുകയും പറഞ്ഞാൽ ആരും വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു വചനം കിട്ടി. അത് കിട്ടിയപ്പോൾ എനിക്ക് കുറച്ച് ആശ്വാസമായി. എന്നാലും ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ എനിക്ക് 12 മണിയെങ്കിലും അവിടുന്ന് പോകണം, കാരണം എനിക്ക് ഈവനിങ് ഡ്യൂട്ടിക്ക് പോകാനുള്ളതാണ്. അപ്പോഴത്തേക്കും 11:30 അങ്ങനെ 11:30 ആയപ്പോഴത്തേക്കും അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിന്റെ ഫയൽ കിട്ടിയെന്ന്. ആദ്യം എന്നോട് പറഞ്ഞ് ആ ബിൽഡിങ്ങിൽ നിന്റെ ഫയൽ ഇല്ല, ഇത് എവിടെയാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല എന്നൊക്കെയായിരുന്നു പറഞ്ഞത്. എന്തായാലും 11:30 ആയപ്പം എനിക്ക് ആ ഫയലും കിട്ടി, എനിക്ക് ആ പേപ്പറും കിട്ടി. അത് ശരിക്കും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അമ്മ മാതാവിൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് എനിക്കത് കിട്ടിയത്. കാരണം ഇതിനു മുമ്പ് പല പ്രാവശ്യം പോയപ്പോഴും നടക്കാത്ത ഒരു കാര്യം അന്ന് എനിക്ക് സാധിച്ചു തന്നത് അമ്മ മാതാവ് ഇടപെട്ടത് കൊണ്ട് മാത്രമാണ്. അതെനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് എൻ്റെ വിശ്വാസം വർദ്ധിച്ചു. അതുപോലെ എൻ്റെ രണ്ടാമത്തെ സാക്ഷി എന്ന് പറഞ്ഞാൽ എൻ്റെ ആന്റിക്ക് വേണ്ടിയാണ്. എൻ്റെ അമ്മയുടെ ഇളയ സിസ്റ്റർ, ആളുടെ പേര് മിനി എന്നാണ്, തൃശ്ശൂരാണ് വീട്. ആൾക്ക് പിന്നെ BP ഒക്കെ ഉള്ള ആളായിരുന്നു. ഒരു ദിവസം ആള് പെട്ടെന്നൊന്ന് വീണിട്ട് തലയിടിച്ചാണ് വീണത്. അപ്പോഴത്തേക്കും ആളുടെ ബോധമെല്ലാം പോയി. ഇപ്പം ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്ന സമയത്ത് ചെറിയൊരു അനക്കം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചെന്നൈ ഉടനെ ഡോക്ടേഴ്സ് ആളെ പിന്നെ വെന്റിലേറ്ററിലാക്കി. അപ്പം ഞങ്ങളോട് വിളിച്ച് പറഞ്ഞ സമയത്ത് പിന്നെ ആള് വെന്റിലേറ്ററിലായിരുന്നു.
അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിപ്പോയി. കാരണം ഞങ്ങൾ തലേദിവസം വിളിച്ച് സംസാരിച്ചതാണ്, അന്നൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. ഞങ്ങൾ എന്ത് ചെയ്യാൻ നിർത്തില്ല. അങ്ങനെ ഞാൻ വേഗം പ്രയർ റിക്വസ്റ്റ് ഇട്ടു, ബാബു ബ്രദറിന് പ്രയർ റിക്വസ്റ്റ് ഇട്ടപ്പോൾ എന്നോട് പറഞ്ഞു പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അഖണ്ഡ ജപമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കായിരുന്നു. അതുപോലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന 21 തവണയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചു. എന്നിട്ട് അന്നേരം ഡോക്ടർ പറഞ്ഞത് ചിലപ്പോൾ സർജറി വേണ്ടി വരുമെന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കത് ഭയങ്കര വിഷമമായിപ്പോയി. കാരണം ഞങ്ങൾ പ്രാർത്ഥിച്ചത് സർജറി കൂടാതെ സുഖപ്പെടണമേ എന്നായിരുന്നു. ഞങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പം മാതാവിനോട് പറഞ്ഞത്, മാതാവി നീ സഞ്ചാരി മാതാവാണല്ലോ, എല്ലാ രാജ്യങ്ങളിലും പോയി മക്കളുടെ പ്രശ്നങ്ങൾ തീർത്തു കൊടുക്കുന്നയാളല്ലേ, എൻ്റെ ആൻറ്റിയെ ഒന്ന് നീ തൊട്ട് സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇത് നവംബർ 24 സംഭവിച്ച കാര്യമാണ്. നവംബർ 25 ഞാൻ ക്യാൻഡിൽ ലൈറ്റ് പ്രയർ ഇട്ട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന തുടർന്നുകൊണ്ടേയിരുന്നു. പിന്നെ അതിന് ഫലമായിട്ട് അത് കഴിഞ്ഞ് 2-3 CT ഒക്കെ റിപ്പീറ്റ് ചെയ്തപ്പോഴും അതിലെല്ലാം അവർ ഡോക്ടേഴ്സ് പറയുന്ന മാറ്റമൊന്നുമില്ല. ഹെമറ്റോമി ഉണ്ട്, അതുപോലെ ഒരു സൈഡിലെ സ്വെല്ലിംഗ് ഒക്കെ ഉണ്ട്, എന്തായാലും സർജറി ചെയ്യേണ്ടി വരുമെന്ന് തന്നെയായിരുന്നു അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു വ്യത്യാസവും ഇല്ല. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 1-2 ദിവസം കഴിഞ്ഞപ്പം ആൾക്ക് ബോധമൊക്കെ വന്നു. കണ്ണ് തുറന്ന് പറയുന്നൊന്നും തിരിയത്തില്ലെങ്കിൽ നമ്മൾ ചോദിക്കുന്നതിനൊക്കെ ചെറുതായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി. എങ്കിലും ലെഫ്റ്റ് സൈഡ് പാരലൈസ്ഡ്. അങ്ങനെ അതുപോലെ റൈസ് ട്യൂബ് ഇട്ടിട്ടുണ്ടായിരുന്നു, കത്തീറ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഡോക്ടർ പറഞ്ഞത്, പിന്നെ മാതാവിൻ്റെ ഇടപെടൽ കൊണ്ട് പതുക്കെ ആൾ റിക്കവർ ആകാൻ തുടങ്ങി. ഒരു ഡോക്ടർ പിന്നെ പറഞ്ഞത് ഡിസംബർ 8 ഒരു സ്കാനിങ്ങും കൂടെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ സെയിം അങ്ങനെ തന്നെ ആണെങ്കിൽ സർജറി വരില്ല, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമുക്ക് ഡിസ്ചാർജ് ആക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ സമയത്തൊക്കെ ഞങ്ങൾ ശക്തമായിട്ട് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഡിസംബർ 8 തീയതി ആണ് ലാസ്റ്റ് ഒരു സ്കാനിങ് പറഞ്ഞത്. അന്ന് ഞാൻ വെളുപ്പിനെ മാതാവിന്റെ മുമ്പിൽ നിന്ന് മുട്ടുകുത്തി പറഞ്ഞു, ഇന്നത്തെ സ്കാനിങ്ങിൽ മാതാവി ഒരു കുഴപ്പം ഉണ്ടാകരുത്, നാളെ തന്നെ ആളെ ഡിസ്ചാർജ് ആക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ചു. ഈ സ്കാനിങ് ചെയ്യുന്ന സമയത്ത് അമ്മ കൂടെ ഉണ്ടാകണമേ എന്ന് പറഞ്ഞു. അന്ന് പകല് CT സ്കാൻ ചെയ്തു. അതിന്റെ റിസൾട്ട് വന്നപ്പോൾ ആ റിസൾട്ട് നോർമലായിരുന്നു, അതിലൊരു കുഴപ്പമില്ലായിരുന്നു. അതിന് ഫലമായിട്ട് ഡിസംബർ 9 തീയതി ആള് ഡിസ്ചാർജ് ആയി. വെന്റിലേറ്ററിൽ കിടന്ന ആള് 2 ആഴ്ച കൊണ്ട് ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്നു. ഇപ്പോഴും ആൾക്ക് പാരലൈസ്ഡ് ഒക്കെയാണ്, എന്നാലും ആള് കുഴപ്പമില്ലാതെ മീൻസ് നമ്മൾ കുറെ കൂടെ ആള് സംസാരിക്കാനൊക്കെ തുടങ്ങി. അതുപോലെ റൈസ് ട്യൂബ് എല്ലാം മാറ്റി ഫുഡൊക്കെ ഇപ്പൊ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥന സഹായം ചോദിക്കുകയാണ്. അതുപോലെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ബാബു ബ്രദറിനും ഈ അഖണ്ഡ ജപമാല ഗ്രൂപ്പിലെ എല്ലാവർക്കും ഞാൻ അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറയുന്നു. അതുപോലെ ഞാൻ ഉടമ്പടി എടുത്ത സമയത്ത് എനിക്ക് ലഭിച്ചിരുന്ന കാശ് രൂപ എനിക്ക് നഷ്ടപ്പെട്ടിരുന്നു. ഞാനത് ഇപ്പം 2 വർഷത്തോളമായി ഉടമ്പടി എടുത്തിട്ട്. അപ്പം ഞാൻ അതുപോലെ ആണ് സൂക്ഷിച്ചിരുന്ന ആ കാശ് രൂപം. പെട്ടെന്നൊരു ദിവസം അത് കാണുന്നില്ല. അപ്പം എനിക്കത് ഭയങ്കര വിഷമമായിപ്പോയി. ഞാൻ എവിടെ പോയാലും കാശ് രൂപം കൊണ്ടാണ് പോകുന്നത്. ഞാൻ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചു, എനിക്ക് കിട്ടിയില്ല. അന്നൊരു ദിവസം ഞാൻ ഇതുപോലെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയത്ത് മാതാവിനോട് ഞാൻ പറഞ്ഞു, ഞാൻ ഇത്രയധികം ശ്രദ്ധയോടെ അത് കൊണ്ടു നടന്നിട്ട് എങ്ങനെയാണത് നഷ്ടപ്പെട്ടത്, എനിക്കത് തിരിച്ചു തരണമെന്ന് തന്നെ ഞാൻ ശക്തമായി പ്രാർത്ഥിച്ചു. അതിന് ഫലമായിട്ട് പിറ്റേന്ന് രാവിലെ തന്നെ ആ കാശ് രൂപം എനിക്ക് തിരിച്ചു കിട്ടി. ഇത്രയും അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞ അമ്മ മാതാവിന് ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു.